ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികളെയും ഞാൻ ഹാർദമായി സഹകാരി റേസ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, നമ്മൾ ബഡ്ജറ്റിൻ്റെ ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ വികസിത ഭാരതം ശ്രേഷ്ഠ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഊന്നൽ കൊടുക്കുന്ന 9 മേഖലകളെ അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് ആധികാരികമായി നമ്മൾ പഠിച്ചെടുക്കാൻ പോകുകയാണ്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സമയം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഇവിടെ കേന്ദ്ര ബഡ്ജറ്റിൽ ഊന്നൽ കൊടുക്കുന്ന 4 മേഖലകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ്, സ്കില്ലിങ്, MSME, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്. ഒന്നും കൂടെ, എംപ്ലോയ്മെന്റ്, അതുപോലെ സ്കില്ലിങ്, അതുപോലെ MSME, മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദെൻ ഒന്നുകൂടിയുണ്ട്, അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് ഈ 4 മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുകയാണ്. എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതുപോലെ സ്കില്ലിംഗ്. കൂട്ടുകാരെ, ഇന്ത്യയുടെ തൊഴിൽ ചെറുപ്പക്കാരെ എന്ത് ചെയ്യുക, ഇന്ത്യയുടെ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെടുത്തി മോസ്റ്റ് മോഡേൺ രീതിയിൽ അവരെ എന്ത് ചെയ്യുക, അവരുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തി എടുക്കുക, അവരെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക, അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത് MSME, മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ വികസനം. 4 മിഡിൽ ക്ലാസിന്റെ ഉദാഹരണം. 4 മേഖലകളാണ് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമായും ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയ്മെന്റ്, സ്കില്ലിംഗ്, MSMEകൾ, പിന്നെ മിഡിൽ ക്ലാസ്. ഓർക്കുക, വികസിത ഭാരതം ശ്രേഷ്ഠ ഭാരതം ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ 9 കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അതിൽ ഒന്നാമത് എന്താണ് എന്നുള്ളത്. പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ. ശരിയാണ്, ഇന്ത്യയിൽ ഒരുപാട് കൃഷിയും അനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. കൂട്ടുകാരെ, ഇന്നും നല്ലൊരു ശതമാനം തൊഴിലാളികളും മുഖ്യ ജീവന ഉപാധിയായി ആശ്രയിക്കുന്നത് കൃഷിയെ തന്നെയാണ്. കൂട്ടുകാരെ, കൃഷിയിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക, അവരെ മറ്റു മേഖലകളിലേക്ക് അവരെ പുനരധിവസിപ്പിക്കുക, എന്നാൽ അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. 2, എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്. 3, ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സകലരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സാമൂഹിക വികസനം. മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ്. 5, അർബൻ ഡെവലപ്മെന്റ്. 6, എനർജി സെക്യൂരിറ്റി. 7, ഇൻഫ്രാസ്ട്രക്ചർ. 8, ഇന്നൊവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. 9, നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്. നമ്മളിത് ആദ്യം കാണാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഒരു മേഖലയിൽ കാർഷിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ ഊന്നി പറയുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ നമ്മൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എ കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് ദ അഗ്രികൾച്ചറൽ റിസർച്ച് സെറ്റപ്പ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ട്. അവയുടെ ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ. കൃത്യമായിട്ടും ഈ ഗവേഷണ സ്ഥാപനങ്ങൾ അവർ മെച്ചപ്പെട്ടു വരുന്നുണ്ടോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർഷകരെ മുൻനിർത്തി വിപണിയെ മുൻനിർത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ കൃത്യമായി ഉറപ്പുവരുത്തുക. And it is done to bring the focus on raising productivity, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, and developing climate resilient varieties. കൂട്ടുകാരെ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള പുതിയ വിത്തുകളും മറ്റുമൊക്കെ കണ്ടെത്തുക. അതിനുവേണ്ടി ഒരു എഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഈ പറയത്തക്ക എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായി ഒരു പീരിയോഡിക്കൽ റിവ്യൂയിലൂടെ അത് ഉറപ്പുവരുത്തുക. New 109 high yielding and climate resilient varieties of
32 field and horticultural crops will be released for the cultivation by the farmers. കൂട്ടുകാരെ, പുതിയ വിത്തിനങ്ങൾ എന്താണ് കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ പറയുന്ന നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഫീൽഡും അതുപോലെ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ട് 109 അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഇവിടെ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യുക, വികസിപ്പിച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വികസിപ്പിച്ചിരിക്കുന്നു, അത് കർഷകരുടെ കയ്യിൽ എത്തിക്കുക. ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ. അവർ വികസിപ്പിച്ചിരിക്കുകയാണ്, അത് കർഷകരുടെ കയ്യിൽ എത്തിക്കുക. 109 ഹൈ yielding ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റീസ് അവരുടെ കയ്യിൽ എത്തിക്കുക. അടുത്തത് 1 crore farmers across the country will be initiated into natural farming supported by certification and branding in next 2 years. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. 1 കോടിയോളം കർഷകരെ ജൈവ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമല്ല, അങ്ങനെ ജൈവ കൃഷിയിലേക്ക് വരുന്നവരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റ് ഇത് ചെയ്തിരിക്കുന്നത്. 10,000 നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്റർ ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. കർഷകർക്ക് വേണ്ടി 10,000-ഓളം നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് സെന്ററുകൾ രാജ്യത്തുടനീളം ആരംഭിക്കുക. എന്താണ് നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് സെന്റർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ്സ് ദ ഫാമേഴ്സ് വിത്ത് ലോക്കലി പ്രൊഡ്യൂസ്ഡ് നാച്ചുറൽ ഫാമിംഗ് ഇൻപുട്സ്. കൂട്ടുകാരെ, കർഷകർക്ക് അവർക്ക് തദ്ദേശീയമായി തന്നെ അവർക്ക് ആവശ്യമുള്ള പ്രത്യേകിച്ച് കാലാവസ്ഥയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള വളങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ എത്തിക്കുന്ന തരത്തിലുള്ള തദ്ദേശീയമായ തലത്തിൽ പ്രവർത്തിക്കുന്ന സെന്ററുകളാണ് ഈ നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. ഓക്കെ, NMNF-ന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തദ്ദേശീയമായിട്ടുള്ള നീഡ് ബേസ്ഡ് ബയോ റിസോഴ്സ് സെന്ററുകൾ ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കുന്നത്. ഇവരെന്താണ് ചെയ്തത്? They will provide the farmers with access to locally produced inputs for improving soil health. Okay, 1. 2, for the crop growth. Okay, and for pest management. Okay, what will they do? പിന്നെന്താണ് ചെയ്യുന്നത്? And it will reduce the farmers' dependence on external markets for inputs. മാത്രമല്ല, it will promote natural farming methods. അപ്പോൾ ബയോ റിസോഴ്സ് സെന്ററുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് കർഷകർക്ക് ആവശ്യമായ കാര്യങ്ങൾ തദ്ദേശീയമായി എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നു. They will help for what? For improving soil health. ഒരു മണ്ണിന്റെ ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് മണ്ണിന്റെ ഒരു പ്രോഗ്രസ് കാർഡ് എന്നാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡിനെ വിളിക്കുന്നത്. ഒരു മണ്ണിന്റെ അതിലെ ക്ലോറിൻ കണ്ടന്റ് എത്രയാണ്, നൈട്രജൻ കണ്ടന്റ് എത്രയാണ് എന്നുള്ളത് കൃത്യമായി ഒരു കാർഡിൽ രേഖപ്പെടുത്തുകയും ഇനി നിങ്ങൾ എന്താണ് അവിടെ കൃഷി ചെയ്യാൻ പോകുന്നത്, പറഞ്ഞതുപോലെ ചീരയാണോ വെണ്ടയാണോ പാവലാണോ, ചീരയ്ക്ക് എത്രയാണ് നൈട്രജന്റെ ആവശ്യം, ചീരയ്ക്ക് എത്രയാണ് സൾഫറിന്റെ ആവശ്യം, ചീരയ്ക്ക് എത്രയാണ് വിവിധ ന്യൂട്രിയൻസിന്റെ ആവശ്യം എന്നുള്ളത് നോക്കി, മണ്ണിൽ ഇപ്പം എത്രയാണെന്നുള്ളത് നോക്കി, ഇനി എത്ര കൂടി മാത്രമേ നിങ്ങൾ അതനുസരിച്ച് വളം ചേർക്കാവൂ എന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാർഡുണ്ട്. ഇന്ന് അത് അവൈലബിൾ ആണ്. അതാണ് നമ്മൾ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്നൊക്കെ വിളിക്കുന്നത്. ക്രോപ്പ് ഗ്രോത്ത് ആൻഡ് ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്, അത്തരത്തിൽ ഈ കീടനാശിനികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് റെഡ്യൂസ് ഫാമേഴ്സ് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ മാർക്കറ്റ്. കൂട്ടുകാരെ, മറ്റു ഒരല്പം അവർക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരല്പം വിദൂരത്തായിരിക്കുന്ന സേവനം എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള സേവനങ്ങൾ അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുക. ഓക്കെ, ഇറ്റ് പ്രൊമോട്ട്സ് നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ്സ്. അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ അപ്പോൾ ബയോ റിസോഴ്സ് സെന്റർ ഏകദേശം എത്രത്തോളം തുടങ്ങണം? 10,000-ഓളം തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ലാർജ് സ്കെയിൽ ക്ലസ്റ്റേഴ്സ് ഫോർ വെജിറ്റബിൾ പ്രൊഡക്ഷൻ വിൽ ബി ഡെവലപ്ഡ് ക്ലോസർ ടു ദ മേജർ കൺസപ്ഷൻ സെന്റേഴ്സ്. അപ്പോൾ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട ലാർജ് സ്കെയിൽ ക്ലസ്റ്റേഴ്സ് ആരംഭിക്കുന്നതാണ് മറ്റൊരു നിർദ്ദേശം. ഏത്? അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻസിംഗ് ഫോർ ഷ്രിംപ് ഫാമിംഗ്, പ്രോസസിംഗ് ആൻഡ് എക്സ്പോർട്ട് will be facilitated to
നബാർഡിലൂടെ ഷ്രിംപ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതിന്റെ പ്രോസസ്സിങ്ങും എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ദെൻ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, കൃത്യമായി ക്രോപ്പ് സർവേ, ലാൻഡ് സർവേ, അതുമായി ബന്ധപ്പെട്ട് ഭൂഘടന, മറ്റു കാര്യങ്ങളെല്ലാം ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സഹായത്തോടെ കൃത്യമായി ഫാമേഴ്സിൽ അവരുടെ ഭൂമിയുടെ മൊത്തം കാര്യങ്ങളൊക്കെ കർഷകരിൽ എത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു 3 വർഷത്തിനകം ഡിജിറ്റൽ ക്രോപ്പ് സർവേ, 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്തുക. ഇഷ്യൂവൻസ് ഓഫ് ജൻ സമർത്ഥ് ബേസ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ജൻ സമർത്ഥ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 13ഓളം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഒരൊറ്റ പോർട്ടലിൽ ലഭ്യമാകുന്നതാണ് ജൻ സമർത്ഥ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അധികരിച്ചുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് അവർക്ക് ലഭ്യമാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി അവർ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി നമ്മൾ നമുക്ക് ആവർത്തിക്കാം. എ കോംപ്രഹെൻസീവ് റിവ്യൂ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് സെറ്റപ്പ് ടു ബ്രിങ് ദ ഫോക്കസ് ഓൺ റേസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡെവലപ്പിംഗ് ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റീസ്. ഈ പറയുന്ന നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അവയിൽ നിന്നും പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തിനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. 109ഓളം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, പുതിയ വിത്തുകൾ ഈ പറയുന്നത് പോലെ കർഷകരിൽ എത്തിക്കുക. 1 കോടിയോളം കർഷകരെ ജൈവ കൃഷിക്ക് വേണ്ടി അവരെ പ്രോത്സാഹനം കൊടുക്കുക. അവരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് വൽക്കരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. 10,000ഓളം നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്റർ രാജ്യത്തുടനീളം തദ്ദേശീയമായി സ്ഥാപിക്കുക. അവരുടെ സേവനം ലഭ്യമാകുന്നത് വഴിയായി കർഷകർക്ക് തദ്ദേശീയമായി തന്നെ ഈ മണ്ണുമായി ബന്ധപ്പെട്ട്, അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കീടനാശിനികളുമായി ബന്ധപ്പെട്ട്, കീടങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ എത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ലോക്കലി തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. സോ ദേ നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ മാർക്കറ്റ് ഫോർ ദാറ്റ്. അല്ലെ, അവർക്ക് ഈ പറഞ്ഞതുപോലെ ദൂരത്തായിരിക്കുന്നവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വിശേഷം അത് ഒഴിവാക്കി കൊടുക്കുക പരമാവധി. ലാർജ് സ്കെയിൽ ക്ലസ്റ്റേഴ്സ് ഫോർ വെജിറ്റബിൾ പ്രൊഡക്ഷൻ വിൽ ബി ഡെവലപ്ഡ് ക്ലോസർ ടു മേജർ കൺസപ്ഷൻ സെന്റേഴ്സ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഷ്രിംപ് ഫാമിങ്ങിന്റെ പ്രോസസ്സിംഗും എക്സ്പോർട്ടിനും വേണ്ടിയിട്ട് നബാർഡിലൂടെ സാമ്പത്തിക സഹായം എത്തിക്കുക. DPI കവറേജ് ഫോർ ഫാമേഴ്സ് ആൻഡ് ലാൻഡ്സ് ഇൻ 3 years. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ സഹായം അല്ലെങ്കിൽ അതിന്റെ സാധ്യത കർഷകരിൽ എത്തിക്കുക. ഡിജിറ്റൽ ക്രോപ്പ് സർവേ, 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്തുക. ജൻ സമർത്ഥ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകരിൽ എത്തിക്കുക. ഇത്രയുമാണ് ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അടുത്തത് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് ആണ്. വികസിത ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന് വേണ്ടി രണ്ടാമത് ഊന്നൽ കൊടുക്കുന്ന മേഖലയാണ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് എന്ന് പറയുന്നത്. 1 month wage to new entrants in all formal sectors in 3 installments up to 15,000. It is expected to benefit 210 lakh youth. കൂടുതൽ 3 തവണകളിലായി 15,000 രൂപ പുതിയ തൊഴിലാളികൾക്ക്, ന്യൂ എൻട്രൻസ് ആയി തൊഴിൽ മേഖലയിലേക്ക് ജോലി എടുക്കാൻ വരുന്നവർക്ക് 3 തവണകളിലായി 15,000 രൂപ ഗവൺമെന്റ് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കൂടുതൽ അസംഘടിത മേഖലയിലുള്ള സ്ഥാപനങ്ങളെ സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തൊഴിലുടമകളുടെ EPF വിഹിതങ്ങൾ, അതിൽ ഒരു ഭാഗമൊക്കെ ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. ഗവൺമെന്റ് വിൽ റീഇംബേഴ്സ് EPF കോൺട്രിബ്യൂഷൻസ് ഓഫ് എംപ്ലോയേഴ്സ് അപ് ടു 3,000 per month for 2 years for all new hires, and it is expected to generate 50 lakh jobs. കൂടാതെ ശ്രദ്ധിക്കുക, ഈ അസംഘടിത മേഖലയെ സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് EPF വിഹിതങ്ങൾ, എംപ്ലോയറുടെ EPF വിഹിതങ്ങൾ അടക്കമുള്ളത് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എംപ്ലോയറുടെ EPF വിഹിതം അപ് ടു 3,000 per month for 2 years. പുതുതായിട്ട് ജോലി എടുക്കുന്നവർക്ക് EPF വിഹിതമാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഓൾ ന്യൂ ഹയർസ്. അത് ആദ്യം നമ്മൾ പറഞ്ഞത് ഈ തൊഴിൽ ഇടങ്ങളിലേക്ക് പുതുതായി എത്തുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് 3 തവണകളിലായി 15,000 രൂപ അവരുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു നടപടി. മറ്റൊന്ന്, അങ്ങനെ പുതുതായി എത്തുന്നവർക്ക് EPF, അവരുടെ EPF കോൺട്രിബ്യൂഷൻ, അവരുടെ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മേലുള്ള തൊഴിലുടമകളുടെ EPF വിഹിതങ്ങൾ പരമാവധി ഒരു മാസത്തേക്ക് 3,000 വരെ, 3,000 വെച്ച് ഒരു മാസത്തേക്ക് 2 വർഷം വരെ തൊഴിലുടമയ്ക്ക് റീഇംബേഴ്സ് ചെയ്ത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ഹയർ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ ദ വർക്ക് ഫോഴ്സ് through setting up working women hostels in collaboration with industry and establishing creches. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഈ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽസ്
ഈ പറഞ്ഞതുപോലെ അതാത് വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീ പാർട്ടിസിപ്പേഷൻ, വുമൺ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തു കൊടുക്കുക. അതുപോലെ ഫീഡിങ് വുമൺ, അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളെ പരിപാലിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. 20 lakh യൂത്ത് വിൽ ബി സ്കിൽഡ് ഓവർ എ 5 പീരീഡ്. 20 ലക്ഷത്തോളം ചെറുപ്പക്കാരെ തൊഴിൽ നൈപുണ്യം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വളർത്തി എടുക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. അതിനുവേണ്ടി 1000-ഓളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അത് കാലത്തിനനുസരിച്ച് ഹബ് ആൻഡ് സ്പോക്ക് അറേഞ്ച്മെന്റ് വിത്ത് ഔട്ട്കം ഓറിയന്റേഷൻ, കൂട്ടരെ കമ്മ്യൂണിക്കേഷൻ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപ്ഗ്രഡേഷൻ ആധുനിക കാലത്ത് ഏറ്റവും മോസ്റ്റ് മോഡേൺ രീതിയിൽ ഇന്ന് എന്താണ് ആവശ്യം അത്തരത്തിൽ തൊഴിൽ നൈപുണ്യമുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളായി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗിൽ നമ്മൾ കണ്ടത്, ഒന്ന്, പുതുതായിട്ട് ജോലിയിലേക്ക് കയറുന്ന വ്യക്തികൾക്ക് 15,000 രൂപ 3 തവണകളിലായി അവർക്ക് എത്തിക്കുക. തൊഴിലുടമകൾക്ക് അവരുടെ മേലുള്ള EPF കോൺട്രിബ്യൂഷൻ 2 കൊല്ലത്തേക്ക് ഓരോ മാസവും 3000 രൂപ വരെയുള്ള അവരുടെ EPF കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുക, ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു കാര്യം, ഇത് പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ള സ്ഥാപനങ്ങളെ കൂടുതൽ സംഘടിത മേഖലയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ കൂടുതൽ വനിതകളെ ഈ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽസ് കൂടുതൽ അവരുടെ വ്യവസായങ്ങളുമായി ചേർന്ന് അവരുടെ സ്ഥാപനങ്ങളുമായി ചേർന്ന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. 20 ലക്ഷത്തോളം യുവാക്കളെ 5 വർഷത്തിന്റെ കാലയളവിൽ അവരെ സ്കിൽ ചെയ്തെടുക്കുക, നൈപുണ്യമുള്ളവരാക്കി മാറ്റുക. 1000-ഓളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ അപ്ഗ്രേഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഓർക്കുക, പൂർവോദയ നല്ല ചോദ്യമാണ്. എന്താണ് പൂർവോദയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ വികസനം തീരെ എത്തിയിട്ടില്ലാത്ത ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശിലെ സമഗ്ര വികസനമാണ് ഈ പൂർവോദയ എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. വികാസ് ബി വിരാസത് ഭി. ഓർക്കുക, പ്ലാൻ ഫോർ എൻഡോവ്മെന്റ് റിച്ച് സ്റ്റേറ്റ്സ് ഇൻ ദ ഈസ്റ്റേൺ പാർട്സ് കവറിംഗ് ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, Odisha and Andhra Pradesh for the generation of economic opportunities to attain വികസിത ഭാരത്. വികസിത ഭാരതം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം മാത്രം വികസിക്കുക എന്നതല്ല, മഹാരാഷ്ട്രയും കർണാടകയും തമിഴ്നാടും മാത്രം വികസിക്കുക എന്നതല്ല, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. അതിനു വേണ്ടിയിട്ട് അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ നോഡ് അറ്റ് ഗയ. ബീഹാറിൽ ഗയ ഒരു ആസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഗയയെ ഡെവലപ്പ് ചെയ്യുന്നത്, ബീഹാറിലെ ഗയ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കുക. അപ്പോൾ അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ എവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ്, ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അലോക്കേഷൻ ഓഫ് മോർ ദാൻ 3 lakh crore ഫോർ ദ സ്കീംസ് ബെനിഫിറ്റിംഗ് വുമൺ ആൻഡ് ഗേൾസ്. സ്ത്രീകളും കുട്ടികൾക്കും അവരുടെ വികസനത്തിനു വേണ്ടി 3 ലക്ഷം കോടി രൂപയോളം അവിടെ വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ജൻ ജദിയ ഉന്നത ഗ്രാം അഭിയാൻ. നിലവാരമുള്ള ക്വസ്റ്റ്യൻ. പ്രധാനമന്ത്രി ജൻ ജദിയ ഉന്നത ഗ്രാം അഭിയാൻ ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംപ്രൂവിംഗ് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഫോർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കവറിംഗ് 63,000 വില്ലേജസ് ബെനിഫിറ്റിംഗ് 5 crore ട്രൈബൽ പീപ്പിൾ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 63,000 ഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 5 കോടിയോളം ഗോത്രവർഗക്കാരുടെ സാമൂഹിക അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജദിയ ഉന്നത ഗ്രാം അഭിയാൻ. 5 കോടിയോളം പാവപ്പെട്ടവരല്ല, 5 കോടിയോളം ഗോത്രവർഗക്കാർ. 63,000 ഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 5 കോടിയോളം ഗോത്രവർഗക്കാരുടെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജദിയ ഉന്നത ഗ്രാം അഭിയാൻ. കൂട്ടുകാരെ, അതുപോലെ തന്നെ വികസനം ഇനിയും എത്തിയിട്ടില്ലാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധ്യമാക്കുന്നതിന് ഭാഗമായിട്ട്
ഭാഗമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ 100 പുതിയ ബ്രാഞ്ചുകൾ അവിടെ എന്ത് ചെയ്യുക, ആരംഭിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് 15,000 crores will be arranged in the financial year 2024-25. 2024-25 സാമ്പത്തിക വർഷത്തിൽ 15,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം അവർക്ക് എത്തിക്കുക. കംപ്ലീഷൻ ഓഫ് പോലവാരം ഇറിഗേഷൻ പ്രോജക്ട് എൻഷുറിംഗ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. അവിടെ പോലവാരം ഇറിഗേഷൻ ജലവൈദ്യുത ജലസേചന പദ്ധതി, പോലവാരം ജലസേചന പദ്ധതി എത്തിക്കുക, അതിൽ പണി പൂർത്തീകരിക്കുക. എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് എസ് വാട്ടർ, പവർ, റെയിൽവേസ് ആൻഡ് റോഡ്സ് ഇൻ Koparthi node on the Visakhapatnam Chennai Industrial Corridor and Orvakkal node on Hyderabad Bengaluru Industrial Corridor. കൂടാതെ 2 വ്യാവസായിക ഇടനാഴിയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന വിശാഖപട്ടണം ചെന്നൈ വ്യാവസായിക ഇടനാഴി, അവിടെ കൊപ്പർത്തി ആസ്ഥാനമായി, അതും ആന്ധ്രാപ്രദേശിന്റെ വികസനമാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ വിശാഖപട്ടണം ചെന്നൈ വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ കൊപ്പർത്തിയും, അതുപോലെ തന്നെ ഹൈദരാബാദ് ബംഗളൂരു വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ ഓർവക്കൽ, അപ്പൊ അതിന്റെ ഒരു വികസനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. 2 വ്യാവസായിക ഇടനാഴികൾ, അതിന്റെ ഭാഗമായി 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, കൊപ്പർത്തി ആൻഡ് ഓർവക്കൽ. അപ്പോൾ കൊപ്പർത്തിയുടെ വികസനം വിശാഖപട്ടണം ചെന്നൈ വ്യാവസായിക ഇടനാഴിയിലൂടെയും ഓർവക്കലിന്റെ വികസനം ഹൈദരാബാദ് ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി നടപ്പിലാക്കുക. ഇതാണ് ഈ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ടിലൂടെ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിൽ പൂർവോദയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുടെ വികസനം, ഇനിയും വികസനം എത്തിച്ചേർന്നിട്ടില്ലാത്ത വടക്കിഴക്കൻ മേഖലയുടെ വികസനം, പ്രത്യേകിച്ച് ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പുതിയ അവസരങ്ങൾ എത്തിക്കുക. അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയുടെ വികസനം, പ്രത്യേകിച്ച് ഗയ ആസ്ഥാനമാക്കിയിട്ടുള്ള വികസനം. മറ്റൊന്ന് 3 ലക്ഷം കോടി രൂപ അവർക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് വേണ്ടി. പ്രധാനമന്ത്രി ജൻജതിയ ഉന്നത ഗ്രാമഭിയാൻ, 63,000 ഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 5 കോടിയോളം ഗോത്രവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജതിയ ഉന്നത ഗ്രാമഭിയാൻ. ഇനിയും വികസനം എത്തിയിട്ടില്ലാത്ത, ഇനിയും സാമ്പത്തിക ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധ്യമാകാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ 100 പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുക. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട്, അതിന്റെ ഭാഗമായി പോലവാരം ഇറിഗേഷൻ പദ്ധതി, അതിന്റെ ഭാഗമായി കൊപ്പർത്തിയുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശാഖപട്ടണം ചെന്നൈ വ്യാവസായിക ഇടനാഴിയും, ഓർവക്കൽ അതിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൈദരാബാദ് ബംഗളൂരു വ്യാവസായിക ഇടനാഴിയും. 4-മതായി നമ്മൾ കാണാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് ആണ്. മുദ്ര ലോൺ. കൂടാതെ നിങ്ങൾക്കറിയാം MSME-കൾക്ക് മുദ്ര ലോൺ കൊടുത്തിട്ടുണ്ട്. അതിന് 3 കാറ്റഗറി ഉണ്ട്. ശിശു, കിഷോർ, തരുൺ എന്ന് പറയുന്ന 50,000 രൂപ വരെയുള്ള ലോണ് ശിശു, 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ അത് കിഷോർ, 5 ലക്ഷത്തിന് മുകളിൽ 5-നും 10-നും ഇടയിലാണ് വായ്പയെങ്കിൽ അതിന്റെ കാറ്റഗറി തരുൺ കാറ്റഗറിയാണ്. അപ്പൊ 5-നും 10-നും ഇടയിൽ തരുൺ കാറ്റഗറിയിലുള്ള വായ്പകൾ അവർ ഒരു തവണ തിരിച്ചടച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കത് എൻഹാൻസ് ചെയ്ത് കൊടുക്കുക. 20 ലക്ഷം രൂപ വായ്പ അടുത്ത ഘട്ടത്തിൽ കൊടുക്കുക. അപ്പൊ ഒറ്റയടിക്ക് 20 ലക്ഷം രൂപ കൊടുക്കൂല. തരുൺ കാറ്റഗറിയിൽ ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്. 5-നും 10-നും ഇടയിൽ വായ്പയാണ് MSME-കൾക്ക് മുദ്രാ ലോൺ ആയിട്ട് തരുൺ കാറ്റഗറി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ തരുൺ കാറ്റഗറി എന്ന് പറഞ്ഞ കൊടുത്തിട്ടുള്ളവർക്ക് അവർ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അവർക്ക് ആ തരുൺ കാറ്റഗറിയിലുള്ളവർക്ക് 20 ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കുക. അപ്പോൾ തരുൺ കാറ്റഗറിയുടെ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ വശം അതാണ് ഉദ്ദേശിക്കുന്നത്. 3 കാറ്റഗറി ഉണ്ട്: ശിശു, കിഷോർ, തരുൺ. 50,000 രൂപ വരെയുള്ള വായ്പ ശിശു, 50,000-നും 5 ലക്ഷത്തിനും ഇടയിലുള്ള വായ്പ കിഷോർ, 5 ലക്ഷത്തിനും 10 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള വായ്പ തരുൺ കാറ്റഗറി. അപ്പോൾ തരുൺ കാറ്റഗറി ഉള്ളവർ വായ്പ ഒരു തവണ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 20 ലക്ഷം രൂപയുടെ വായ്പ കൊടുക്കുക. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ MSME ഇൻ മാനുഫാക്ചറിംഗ് സെക്ടർ, 12 ഇൻഡസ്ട്രിയൽ പാർക്ക് അണ്ടർ ദ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 12 പുതിയ വ്യാവസായിക പാർക്കുകൾ എന്ത് ചെയ്യുക, വികസിപ്പിച്ച് എടുക്കുക. സ്കീം ഫോർ പ്രൊവൈഡിംഗ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ 500 ടോപ്പ് കമ്പനീസ് to 1 crore youth in 5 years. അടുത്ത 5 വർഷങ്ങളിലായി കൂട്ടുകാരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പദ്ധതിയാണ്. രാജ്യത്തെ ടോപ്പ് 500 കമ്പനീസിൽ
നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുക. അതിന്റെ ഭാഗമായി 5000 രൂപയുടെ അലവൻസ് അവർക്ക് എത്തിച്ച് കൊടുക്കുക. എലോങ് വിത്ത് വൺ ടൈം അസിസ്റ്റന്റ് ഓഫ് 6000 ത്രൂ ദ CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിലൂടെ ഇത്തരത്തിൽ നമ്മുടെ ടോപ്പ് 500 കമ്പനീസിലേക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് CSR ഫണ്ട് അത് കമ്പനി തന്നെ കൊടുക്കേണ്ടതാണ്. CSR ഫണ്ടിൽ നിന്നും 6000 രൂപയും ഗവൺമെന്റ് അലവൻസ് ആയി 5000 രൂപയും എന്ത് ചെയ്യുക, മാസം തോറും തരുന്നതാണ്. അലവൻസ് ആയിട്ട് 5000 രൂപ മാസം തോറും എത്തിക്കുക. ഇനി CSR ഫണ്ടിൽ നിന്നും വൺ ടൈം അസിസ്റ്റന്റ് ആയിട്ട് 6000 രൂപ അവർക്ക് എത്തിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ 300 കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അടുത്ത 5 വർഷങ്ങളിലായി 1 കോടിയോളം ചെറുപ്പക്കാർക്ക്, അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് മന്ത്ലി അലവൻസായി 5000 രൂപ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വൺ ടൈം അസിസ്റ്റന്റ് ആയി CSR ഫണ്ടിൽ നിന്നും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും 6000 രൂപ കമ്പനികളും കൊടുക്കുന്നതാണ്. റെന്റൽ ഹൗസിംഗ് വിത്ത് ഡോർമെറ്ററി ടൈപ്പ് അക്കോമഡേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഇൻ PPP മോഡ് വിത്ത് VGF സപ്പോർട്ട്. അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർ തൊഴിലെടുക്കാൻ വരുന്ന സമയത്ത് അവർക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻസ് ഫോർ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, റീസൈക്ലിംഗ് ആൻഡ് ഓവർസീസ് അക്വിസിഷൻ. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസിൽ നമ്മൾ പ്രധാനമായും കണ്ടത് ഇവിടെ ഈ പറഞ്ഞ തരം കാറ്റഗറിയിലുള്ള വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായി. അത് ഒരു തവണ എടുത്ത് അടച്ചിട്ടുള്ളവർക്കാണ് 20 ലക്ഷം രൂപ അടുത്ത ഘട്ടത്തിൽ കൊടുക്കുന്നത്. MSMEകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഉറപ്പുവരുത്തുക. 12 പുതിയ വ്യാവസായിക പാർക്കുകൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ രാജ്യത്തെ 300 കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരുക്കുക. അത്തരത്തിൽ വരുന്നവർക്ക് അലവൻസ് എത്തിക്കുക. CSR ഫണ്ടിൽ നിന്ന് 6000 രൂപയും അലവൻസായി മന്ത്ലി അലവൻസായി 5000 രൂപയും. കൂട്ടുകാരെ, അങ്ങനെ വരുന്ന ചെറുപ്പക്കാർക്ക് താമസ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങൾ ഒരുക്കുക. ഇതാണ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് എന്നതിൽ നാം പഠിച്ചത്. അടുത്തത് അർബൻ ഡെവലപ്മെന്റ്. എൻകറേജിംഗ് സ്റ്റേറ്റ്സ് ടു ലോവർ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഫോർ പ്രോപ്പർട്ടീസ് പർച്ചേസ്ഡ് ബൈ ദ വുമൺ. കൂട്ടുകാരെ, നഗരവികസനത്തിന്റെ ഭാഗമായി വനിതകളുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുന്നതടക്കമുള്ള, ലഘൂകരിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. എൻവിഷനിങ് എ സ്കീം ഫോർ ഡെവലപ്പിംഗ് 100 വീക്ക്ലി ഹട്ട്സ് ഓർ സ്ട്രീറ്റ് ഫുഡ് ഹബ്സ് ഇൻ സെലക്ട് സിറ്റീസ്. കൂട്ടുകാരെ, അർബൻ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് നഗരവികസനത്തിന്റെ ഭാഗമായി സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് 100ഓളം സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഇൻ സെലക്ടഡ് സിറ്റീസ്, തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക. ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്ലാൻസ് ഫോർ 14 ലാർജ് സിറ്റീസ് വിത്ത് എ പോപ്പുലേഷൻ എബവ് 30 lakhs, 30 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ, ജനസംഖ്യ ഉള്ള 14ഓളം നഗരങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് പദ്ധതി വെച്ചിട്ടുണ്ട് നഗരവികസനവുമായി ബന്ധപ്പെട്ട്. പ്രൊമോട്ട് വാട്ടർ സപ്ലൈ, സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് ആൻഡ് സർവീസസ് ഫോർ 100 ലാർജ് സിറ്റീസ് ത്രൂ ബാങ്കബിൾ പ്രോജക്ട്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വാട്ടർ സപ്ലൈ, അവരുടെ സീവേജ് ട്രീറ്റ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 100ഓളം വലിയ നഗരങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 നടപ്പിലാക്കുക. നീഡ്സ് ഓഫ് 1 കോടിയോളം അർബൻ പുവർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലീസിന് ഏകദേശം അവർക്ക് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം കോടി രൂപയോളം ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 കോടിയോളം നഗരമേഖലകളിലാണ്. അവിടെയുള്ള പാവപ്പെട്ടവരും അതുപോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലീസിന് 10 ലക്ഷം കോടി രൂപയാണ് അവർക്ക് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് പദ്ധതി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0യിൽ 10 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. എനേബിളിംഗ് പോളിസീസ് and regulations for efficient and transparent rental housing market with enhanced availability will also be put in place. അപ്പോൾ ഇത്രയുമാണ് അർബൻ ഡെവലപ്മെന്റിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ വനിതകൾക്ക് അവരുടെ പേരിൽ ഭൂമി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എൻകറേജ് ചെയ്യുന്നതിന്റെ ഭാഗമായി സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുന്നതടക്കമുള്ള നടപടികൾ, പിന്നീട്
സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ്, 100ഓളം സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് സെലക്റ്റഡ് ആയിട്ടുള്ള സിറ്റീസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 100ഓളം നഗരങ്ങളിൽ, വലിയ വൻകിട നഗരങ്ങളിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ചേർന്ന് വലിയ പ്രോജക്ട്സ് ആയിട്ട് ചേർന്ന് നടപ്പിലാക്കുക. ഇത്രയുമാണ് അർബൻ ഡെവലപ്മെന്റിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് എനർജി സെക്യൂരിറ്റി. കൂട്ടുകാരെ, റിന്യൂവബിൾ എനർജികൾ പരമാവധി എന്ത് ചെയ്യുക, അതിന്റെ സോഴ്സുകൾ, സാധ്യതകൾ പരമാവധി വികസിപ്പിക്കുക, കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക. എ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ NTPC and BHEL will set up a full scale 800 megawatt കൊമേഴ്ഷ്യൽ പ്ലാന്റ്. പുതുതായിട്ട് NTPCയും BHELും ചേർന്ന് 800 മെഗാവാട്ട് ശേഷിയുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്ലാന്റ് തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നതാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്. അവിടെ ഉദ്ദേശിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഭാരത് സ്മോൾ മോഡുലർ റിയാക്ടർ ആൻഡ് ന്യൂവസ്റ്റ് ടെക്നോളജീസ് ഫോർ ന്യൂക്ലിയർ എനർജീസ്. ഈ വലിയ വലിയ ആണവ വൈദ്യുത നിലയങ്ങൾക്ക് പകരം ചെറിയ ചെറിയ ആണവ വൈദ്യുത നിലയങ്ങൾ നഗരങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. വലിയ കൂടംകുളം പോലെയുള്ളതല്ല, ചെറിയ ഒരു ആണവ നിലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ചെറിയ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും എനർജി സ്കേഴ്സിറ്റി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതാണ് ഇവിടെ പ്രധാനമായും ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഫോർ ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് സ്മൂത്ത് ഇന്റഗ്രേഷൻ ഓഫ് ദ ഗ്രോയിങ് ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി. Financial support for shifting of micro and small scale industries for cleaner forms of energy. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ, ഇവിടെ MSMEകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ക്ലീൻ എനർജിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് കൊടുക്കുക എന്നൊരു നടപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ എനർജി ഓഡിറ്റ് ഇൻ 60 ക്ലസ്റ്റേഴ്സ് എന്ന നെക്സ്റ്റ് ഫേസിൽ അത് 100 ക്ലസ്റ്റേഴ്സിലേക്ക് അടുത്ത ഒരു അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് MSMEകൾക്ക് കൂടുതൽ ക്ലീൻ എനർജിയിലേക്ക് മാറുന്നതിനുള്ള ഒരു സാമ്പത്തിക സഹായം ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇപ്പോൾ GDPയുടെ 3.4%, ദാറ്റ് മീൻസ് 11,11,111 കോടി രൂപയാണ് നമ്മുടെ GDPയിൽ അല്ലെങ്കിൽ GDPയുടെ 3.4% നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചിലവാക്കുന്നത്. ഓക്കെ, 1.5 lakh crore to states as long-term industry loans to support resource allocation. കൂട്ടുകാരെ, ലോങ് ടേം ഇൻഡസ്ട്രി ലോൺ ആയിട്ട് ഈ പറഞ്ഞതുപോലെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് 1.5 lakh 1.5 ലക്ഷം കോടി രൂപയോളം പലിശരഹിത വായ്പകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അതിന്റെ ഭാഗമായി കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ വിഭവ ശേഖരണവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടും ഷെയർ ആണല്ലോ. സ്ഥലം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിനും പണി പൂർത്തീകരിക്കേണ്ടത് കേന്ദ്രവുമാണ്. അപ്പൊ സ്ഥലം കണ്ടെത്തി അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ സംസ്ഥാനത്തിനില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രം അതിന്റെ ഭാഗമായി ഇൻഡസ്ട്രി ലോൺ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം ഞാൻ പറഞ്ഞത്. ഫേസ് 4 ഓഫ് PMGSY will be launched to provide all-weather connectivity to 25,000 rural inhabitants. ഓക്കെ, അടുത്തത് നമ്മൾ കാണുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ പ്രോജക്ട്സ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് 11,500 crores such as കോസി, മെച്ചി, ഇൻട്രാസ്റ്റേറ്റ് ലിങ്ക് ആൻഡ് 20 other ongoing and new schemes. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ 11,11,111 കോടി രൂപയാണ് നമ്മുടെ GDPയിൽ. അത് ഏകദേശം 3.54%ഓളമാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിക്കുന്നത്. 1.5 ലക്ഷം കോടി രൂപയോളം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പയായി ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ ഭാഗമായി അതിന്റെ 4ാമത്തെ ഘട്ടത്തിൽ പ്രധാനമന്ത്രി PMGSY അതിന്റെ ഭാഗമായി ഓൾ വെതർ കണക്ടിവിറ്റി റോഡുകൾ 25,000 ഗ്രാമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് വ്യാപിക്കുന്നതിന്റെ ഒരു പദ്ധതി നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഇത് ഗ്രാമങ്ങളെ മറ്റു റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന, നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ ഭാഗമായിട്ടാണെന്ന്. അത്തരത്തിലുള്ള ഈ പദ്ധതിയുടെ 4ാമത്തെ ഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിലൂടെ 25,000-ഓളം ഗ്രാമങ്ങളെ വീണ്ടും മുഖ്യധാരയുമായി എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കുക. ഇനി ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ആസാം, സിക്കിം, ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടെ
ഈ വാട്ടർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം എത്തിക്കുക. അസിസ്റ്റന്റ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഹിമാചൽ പ്രദേശ്, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം എത്തിക്കുക. ഇനി ടൂറിസം വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിശ്വനാഥ് ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ബീഹാറിലെ വിഷ്ണുപദ് ക്ഷേത്രത്തെയും ബീഹാറിലെ മഹാബോധി ക്ഷേത്രത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്ര ഇടനാഴി വികസിപ്പിക്കുക. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ബീഹാറിലെ വിഷ്ണുപദ് ക്ഷേത്രത്തെയും ബീഹാറിലെ മഹാബോധി ക്ഷേത്രത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്ര ഇടനാഴി വികസിപ്പിക്കുക. അതുപോലെ തന്നെ ബീഹാറിലെ രാജ്ഗിർ, ഈ രാജ്ഗിർ എന്ന് പറയുമ്പോൾ ഹിന്ദുസിന്റെയും ബുദ്ധിസ്റ്റിന്റെയും ജൈന മതക്കാരുടെയും ഒരു അവരെ മൂന്നുപേരെയും സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഈ രാജ്ഗിർ, അതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ, കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ രാജ്ഗിർ വിൽ ബി അണ്ടർടേക്കൻ വിച്ച് ഹോൾഡ്സ് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഫോർ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻസ് നടപ്പിലാക്കുക. ദ ഡെവലപ്മെന്റ് ഓഫ് നളന്ദ ആസ് എ ടൂറിസ്റ്റ് സെന്റർ ബിസൈഡ്സ് റിവൈവിംഗ് നളന്ദ യൂണിവേഴ്സിറ്റി ടു ഇറ്റ്സ് ഗ്ലോറിയസ് ടീച്ചർ. നളന്ദ നിങ്ങൾക്കറിയാം പ്രാചീന സർവകലാശാലയാണ് ബീഹാറിലെ. ഈ നളന്ദയെ അതിന്റെ പൂർവ്വ സ്ഥിതിയിലേക്ക്, പ്രത്യേകിച്ച് വീണ്ടും ഒരു വലിയൊരു സർവകലാശാല അവിടെ സെറ്റപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാചീന നളന്ദയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി വികസിപ്പിക്കുക എന്നതുകൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അസിസ്റ്റൻസ് ടു development of Odisha's scenic beauty, temples, monuments, craftsmanship, wildlife sanctuary, natural landscape and pristine beaches, making it an ultimate tourism destination. ഈ അവസാനം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒഡീഷയുടെ ഒരു ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒഡീഷ, അതുപോലെ തന്നെ ബീഹാർ, അതുപോലെ തന്നെ ബീഹാറിലെ ക്ഷേത്രങ്ങൾ, രാജ്ഗിർ, അതിൻ്റെ വികസനമാണ് ഈ ടൂറിസം. അതിൻ്റെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ടൂറിസം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആസാമിലും ഉത്തരാഖണ്ഡിലും സിക്കിമിലുമൊക്കെ പ്രളയം, നിങ്ങൾക്കറിയാം ആസാമിൻ്റെ ദുഃഖം, സിക്കിമിൻ്റെ ദുഃഖം, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഗംഗ കരകവിഞ്ഞൊഴുകുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ, പരിഹാര നടപടികൾ സ്വീകരിക്കുക. കൃത്യമായി വെള്ളം കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ചാലുകൾ നിർമ്മിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ മറ്റു പദ്ധതികൾ, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ 4ാമത്തെ ഫേസ് നടപ്പിലാക്കുക. 1.5 ലക്ഷം കോടി രൂപയുടെ പലിശരഹിത വായ്പ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നൊവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഓപ്പറേഷണലൈസേഷൻ ഓഫ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് ഫോർ ബേസിക് റിസർച്ച് ആൻഡ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ്. നമ്മൾ പലരും പറയാറില്ലേ, ജപ്പാൻ ഇപ്പോൾ 2050 ജീവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇന്ന രാജ്യം 2030 ജീവിക്കുന്നതെന്ന്. നമ്മളിപ്പോഴും ജീവിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ചില മേഖലകളിലെങ്കിലും 2010 2005 അല്ലെങ്കിൽ 2000 ഒക്കെ ആണെന്നാണ് പലരും പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒരു ഭാവിയെ മുൻനിർത്തി ഇന്ത്യയെ ഒരു 10 വർഷം മുന്നോട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായി ഒരു കാലത്തിനതീതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില റിസർച്ചും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് രൂപീകരിക്കുക. അതാണ് ഇവിടെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് സെക്ടർ ഡ്രിവൺ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ അറ്റ് എ കൊമേഴ്ഷ്യൽ സ്കെയിൽ വിത്ത് എ ഫിനാൻസിംഗ് പൂൾ ഓഫ് 1 lakh crore. കൂട്ടുകാരെ, 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഫിനാൻഷ്യൽ പൂള് സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, രൂപീകരിക്കുക. സ്പേസ് എക്കോണമി, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഓഫ് 1000 crore ടു ബി സെറ്റ് അപ്പ് ഫോർ ദ സ്പേസ് എക്കോണമി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നൊവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നത്. അവിടെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ഒരു പൂൾ, ഫിനാൻസ് പൂൾ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അവസാനമായി നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ ഭൂ ആധാർ സംവിധാനം. ഇപ്പം നിങ്ങൾക്ക് ആധാറുണ്ട്, എനിക്ക് ആധാറുണ്ട്, ഇതുപോലെ ഓരോ ഭൂമിക്കും ആധാർ സംവിധാനം ഏർപ്പെടുത്തുക. നല്ലൊരു ഇന്നൊവേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭൂ ആധാർ സംവിധാനം. ഭൂമിക്ക് ആധാർ സംവിധാനം ഏർപ്പെടുത്തുക. സർവേ ഓഫ് മാപ്പ് സബ് ഡിവിഷൻസ് ആസ് പെർ കറണ്ട് ഓണർഷിപ്പ്. ഓക്കെ, ലിങ്കേജസ് ടു ദ ഫാർമേഴ്സ് രജിസ്ട്രീസ്. Land records in urban areas will be digitalized with GIS mapping.
കൂട്ടുകാരെ, കർഷകർക്ക് ഇത്തരത്തിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സാധ്യതകൾ പരമാവധി അവർക്ക് എത്തിക്കുക, അല്ലേ? കൃത്യമായിട്ട് ഇത്തരത്തിൽ ലാൻഡ് മാപ്പിംഗ് ഒക്കെ നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തുക. അതിന് വേണ്ട നടപടികൾ ഏറ്റവും താഴെത്തട്ടിൽ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ഡിജിറ്റലൈസേഷൻ ഓഫ് കഡസ്ട്രൽ മാപ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാൻഡ് രജിസ്ട്രി, ടാക്സോണമി ഫോർ ക്ലൈമറ്റ് ഫിനാൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സോണമി ഫോർ ക്ലൈമറ്റ് ഫിനാൻസ്, എൻഹാൻസിങ് ദ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഫോർ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്, foreign direct investment and overseas investment, simplified to facilitate foreign direct investment and promote opportunities for using Indian rupee as a currency for overseas investment. കൂട്ടുകാരെ, അത് വളരെ ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ റുപ്പിയെ എന്ത് ചെയ്യുക? ഒരു കറൻസി എന്ന നിലയിൽ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഡോളറിന് പകരം ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കുന്ന ഒരു പ്രവണത എന്ത് ചെയ്യുക? ഇപ്പോൾ പ്രത്യേകിച്ച് ജയശങ്കർ പോലെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഡോളറിന് പകരം ആൻ ഓൾട്ടർനേറ്റീവ് ടു ഡോളർ, ഇന്ത്യൻ റുപ്പി പ്രത്യേകിച്ച് ചില രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഡീലിങ്സിനെങ്കിലും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുക. ദെൻ NPS വാത്സല്യ. കൂട്ടുകാരെ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായി മുതിർന്നവരും അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ ഈ കുട്ടികൾ വളർന്നു വലുതാകുന്ന സമയത്ത് കൃത്യമായ ഒരു തുക അവരുടെ കയ്യിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ബാങ്കുമായി ചേർന്നുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് NPS വാത്സല്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് ഓഫ് ഡാറ്റ ഗവർണൻസ്, കളക്ഷൻ ആൻഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ന്യൂ പെൻഷൻ സ്കീം നടപ്പിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻ ദാറ്റ് അഡ്രസ് ദ റെലവന്റ് ഇഷ്യൂസ്, പ്രൊട്ടക്ട്സ് ദ കോമൺ സിറ്റിസൺ ആൻഡ് മെയിൻറ്റെയിൻസ് ഫിസ്ക്കൽ പ്രുഡൻസ് വിൽ ബി ഫോംഡ്. കൂടാതെ ന്യൂ പെൻഷൻ സ്കീം നടപ്പിലാക്കുക. ഇത്രയുമാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ റിഫോംസിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയിച്ചു വരാം. ഹൗ മെനി ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്റേഴ്സ് ആർ പ്ലാൻ ടു ബി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ വികസിത ഭാരത്, ശ്രേഷ്ഠ ഭാരത്? 5,000, 8,000, 10,000, 12,000. ഒരു സംശയം വേണ്ട, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 10,000. അടുത്തത് ഫിനാൻസിങ് ഓഫ് ഷ്രിംപ് ഫാമിംഗ്, അതിന്റെ പ്രോസസ്സിങ്ങും എക്സ്പോർട്ടിങ്ങും and it will be facilitated through RBI, നബാർഡ്, സിഡ്ബി, സെബി. ഉത്തരം ഏതാണ്? നബാർഡാണ്. ഒരു സംശയവും വേണ്ട. അടുത്ത നോക്കാം. വാട്ട് ഇസ് ദ മാക്സിമം വേജ് റീഇംബേഴ്സ്മെന്റ് ഫോർ EPF കോൺട്രിബ്യൂഷൻ പെർ മന്ത് ഫോർ ന്യൂ ഹയേഴ്സ്? കൂട്ടുകാരെ, പുതുതായിട്ട് ജോലി എത്തുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിലുടമകളുടെ അവരുടെ മേലുള്ള EPF വിഹിതങ്ങൾ ഒരു മാസത്തേക്ക് പരമാവധി 3000 രൂപ വരെ 2 കൊല്ലത്തേക്ക് സർക്കാർ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്, അല്ലേ? അടുത്തത് നമ്മൾ കണ്ട ഹൗ മെനി യൂത്ത് ആർ എക്സ്പെക്ടഡ് ടു ബി സ്കിൽ ഓവർ 5 years? 10 lakh, 15 lakh, 20 lakh, 25 lakh. Your answer is 20 lakh. 20 ലക്ഷത്തോളം യുവാക്കളെ സ്കിൽ ചെയ്ത് നൈപുണ്യമുള്ളവരാക്കി മാറ്റുക. അടുത്തത് ഹൗ മെനി അർബൻ പുവർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലീസ് വിൽ ബെനിഫിറ്റ് അണ്ടർ PM ആവാസ് യോജന അർബൻ 2.0? വെരി ഗുഡ്, നല്ല ചോദ്യമാണ് കൂട്ടുകാരെ. ഇത് നഗരപ്രദേശങ്ങളിലെ 1 കോടിയോളം കുടുംബങ്ങളുടെ പുനരുദ്ധാരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. അടുത്തത് വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ഭാരത് സ്മോൾ റിയാക്ടർ ടു ബി സെറ്റപ്പ്? BHELും NTPCയും കൂടെ ചേർന്നുകൊണ്ട് സ്ഥാപിക്കുന്നതിന്റെ അതിന്റെ ശേഷി എന്ന് പറയുന്നത് 800 മെഗാവോൾട്ട്സ് ആണ്. നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ കാണുന്നത് ഹൗ മച്ച് is allocated for the space economy venture capital fund? 500 crore, 1000 crore, 1500 crore, 2000 crore. Your answer is 1000 crore എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ മെനി റൂറൽ ഹാബിറ്റേഷൻസ് വിൽ ബി കണക്റ്റഡ് അണ്ടർ PMGSY phase 4? ഒരു സംശയം വേണ്ട, 25,000. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് what is the total provision for infrastructure as a percentage of GDP? It is nothing but 3.4%. അല്ലേ? അതെ, 3.4% ആണ്. What is the purpose of unique land parcel identification number? ഭൂ ആധാർ സംവിധാനം. It is to track property tax payment. It is to link land records with GIS mapping. It is to identify unregistered land. It is to digitize agricultural data. Your answer is it is to link land records with GIS mapping. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഭൂ ആധാർ സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ലിങ്ക് ലാൻഡ് റെക്കോർഡ്സ് വിത്ത് GIS മാപ്പിംഗ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് പൂർവോദയ വികസ്
P. Virasat P initiative. Development of industrial corridor, promotion of rural tourism, socio-economic development in eastern states, development of coastal states. തീരദേശ വികസനവും ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ വികസനവും റൂറൽ ടൂറിസം ഒന്നും അല്ല ലക്ഷ്യം സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഈസ്റ്റേൺ സ്റ്റേറ്റ്, ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുടെ ഒരു സാമ്പത്തിക വികസനം, സാമൂഹിക വികസനമാണ് അത് ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഗവൺമെന്റ്സ് റീഇംബേഴ്സ്മെന്റ് ഓഫ് EPF കോൺട്രിബ്യൂഷൻ ഫോർ ന്യൂ ഹയേഴ്സ്. അതായത് പുതുതായിട്ട് വരുന്ന വ്യക്തികളുടെ മേലുള്ള തൊഴിലുടമകളുടെ EPF കോൺട്രിബ്യൂഷൻ 1 മാസത്തേക്ക് 3000, അങ്ങനെ 2 കൊല്ലത്തേക്ക് ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട്? ഫിനാൻസിങ് സ്റ്റാർട്ടപ്പ് അല്ല. എൻകറേജിങ് ഡിജിറ്റൽ പേയ്മെന്റ് ആണോ? നമുക്ക് പരിശോധിക്കാം. സപ്പോർട്ടിംഗ് ബേസിക് റിസർച്ച് ആൻഡ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ആണോ എന്ന് പരിശോധിക്കാം. ബിൽഡിംഗ് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഒരിക്കലുമല്ല. ഡിജിറ്റൽ പേയ്മെന്റും അല്ല. പിന്നെ ഉത്തരം ഏതാണ്? ബേസിക് റിസർച്ച് ആൻഡ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ളതാണ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട്. വിച്ച് കോറിഡോർ ഈസ് ബീങ് ഡെവലപ്ഡ് ടു എൻഹാൻസ് ടൂറിസം ഇൻ ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്? കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അത് വിഷ്ണുപദ് ടെമ്പിൾ കോറിഡോറും മഹാബോധി ക്ഷേത്ര ഇടനാഴിയും വികസിപ്പിക്കുക. ഏതിന്റെ മാതൃകയിൽ? കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന്റെ മാതൃകയിൽ. അപ്പൊ ഉത്തരം ഏതാണ്? ബോത്ത് ബി ആൻഡ് സി ആണ്. വിഷ്ണുപദ് ക്ഷേത്ര ഇടനാഴിയും മഹാബോധി ക്ഷേത്ര ഇടനാഴിയും വികസിപ്പിക്കുക, അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്ഷേത്രനാടി കൊണ്ടുവരിക. ഏതിന്റെ മാതൃകയിൽ? കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന്റെ മാതൃകയിൽ. ഉത്തരം ഏതാണ്? ബി ആൻഡ് സി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത നമുക്ക് കാണാം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സ്. ദ ഗവൺമെന്റ് വിൽ റീഇംബേഴ്സ് EPF contributions of up to 3,000 per month for 2 years for all new hires. 1 month wage equivalent will be paid in 3 installments to new entrants in former sectors benefiting 210 lakh youth. A total of 20 lakh youth will be skilled over a 5 period. Which of the following statement are correct? കൂട്ടുകാരെ, ഒരു സംശയം വേണ്ട, ഇതിൽ 1, 2, 3 അതേപടി എന്താണ് ശരിയാണ്. 5 വർഷം കൊണ്ട് 20 ലക്ഷത്തോളം ചെറുപ്പക്കാരെ സ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായി വരുന്ന ചെറുപ്പക്കാർക്ക് 3 ഘടുക്കളായി അവർക്ക് ഏകദേശം 15,000 രൂപ 3 ഘടുക്കളായി അവരുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ EPF വിഹിതം റീഇംബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യവും പറയുന്നുണ്ട്. ഉത്തരം ഏതാണ്? 1, 2 and 3 ആണ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്. The Anusandhan National Research Fund will focus on basic research and prototype development. ശരിയാണ്. A financing pool of 50,000 crore has been created for private sector driven research and innovation. It is wrong. It is not 50,000 crore but 1 lakh crore. A venture capital fund of 1,000 crore is allocated for the space economy. That is right. So your answer is, which of the statements are incorrect? Incorrect ആയിട്ടുള്ളത് 2 മാത്രമാണ്. ഓപ്ഷൻ സി, 2 ഓൺലി. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 1,000 crore സെറ്റപ്പ് ചെയ്തത് ശരിയായിട്ടുള്ളതാണ്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബേസിക് റിസർച്ച് ആൻഡ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ ഫിനാൻസിംഗ് പൂൾ ഓഫ് 1 lakh crore ഹാസ് ബീൻ ക്രിയേറ്റഡ് ഫോർ പ്രൈവറ്റ് സെക്ടർ ഡ്രിവൺ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ്. നമുക്ക് പരിശോധിക്കാം. ലാർജ് സ്കെയിൽ വെജിറ്റബിൾ പ്രൊഡക്ഷൻ ക്ലസ്റ്റേഴ്സ് വിൽ be developed near major consumption centers. It is absolutely right. Then digital crop surveys will be conducted in 400 districts within 3 years. It is right. Shrimp farming will be financed and supported by SEBI. No, it is supported by NABARD. അല്ലേ? 1ഉം 2ഉം കറക്റ്റ് ആണ് അല്ലേ? നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ഓപ്ഷൻ 1 and 2 ഓൺലി. ഇത് ഫിനാൻസ് ചെയ്യുന്ന SEBI അല്ല, NABARD ആണ് അല്ലേ? വെരി ഗുഡ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് നോക്കാം. അസേർഷൻ, അണ്ടർ PM ആവാസ് യോജന അർബൻ 2.0 an investment of 10 lakh crore is being planned to address the housing needs of 1 crore urban poor and middle class. Yes, the reason for that is the government aims to boost urban development and improve living standards by increasing housing availability. ശരിയാണല്ലോ. PM ആവാസ് യോജന അർബൻ 2.0 ഉദ്ദേശിക്കുന്നത് 10 ലക്ഷം കോടിയോളം ചെലവഴിച്ചുകൊണ്ട് നഗരമേഖലയിലെ
എന്താണ്? അർബൻ പൂവർ ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലീസിന്റെ പുനരുദ്ധാരണമാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അല്ലെങ്കിൽ the reason for that is it is to boost urban development and improve living standard by increasing housing availability. You are absolutely right. That means both A and R are true and R is the correct explanation of A. Yes, അത് തന്നെയാണ് ഉത്തരം, ഒരു സംശയം വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, a total of 1 lakh crore has been allocated for private sector driven research and innovation under the Innovation Research and Development Initiative. Okay, it is assertion, it is a statement. And the reason for that is the government is focusing on enhancing industrial productivity and research by creating a public-private financing pool. Of course, both A and R are true and R is the correct explanation of A. Why not? Correct answer ആണ്. അടുത്തത്, the government will skill 20 lakh youth over a 5 period as a part of its employment and skilling initiatives. Okay. Upgrading industrial training institutes in a hub and spoke arrangement is a core strategy to enhance workforce participation. ഒരു സംശയം വേണ്ട കൂട്ടുകാരെ, both A and R are true and R is the correct explanation of A. കൃത്യമാണ്. 20 ലക്ഷത്തോളം യുവാക്കളെ 5 വർഷം കൊണ്ട് സ്കിൽ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 1000-ഓളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് ചെയ്യുന്നത്? അപ്ഗ്രേഡ് ചെയ്യുന്നത്. സോ ബോത്ത് A and R are true and R is the correct explanation of A. സോ നിലവാരമുള്ള ഇതായിരുന്നു. വീണ്ടും നമുക്ക് ബഡ്ജറ്റിന്റെ എക്സ്പ്ലനേഷൻ സീരീസിലെ 3ാമത്തെ ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.